ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജേനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള ഇലയടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് എങ്ങനെ ഒരു ഇലയടി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ട് നമുക്ക് നല്ല മിനുസത്തിൽ പൊടിച്ചെടുത്ത പച്ചരിയില്ലേ, പച്ചരിയും പുഴുങ്ങലരിയും കൂടിയിട്ട് മിനുസത്തിൽ പൊടിച്ചെടുത്ത പൊടിയാണ് അടക്ക് ഉപയോഗിക്കുക. അങ്ങനെ പൊടിച്ച് വറുത്തെടുത്ത പൊടി ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്ലാസ് അരിപ്പൊടി നമ്മൾ നല്ല തിളക്കുന്ന ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുഴച്ചെടുക്കണം, ഉപ്പ് ഇട്ടിട്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടൊരു സാധനം വെല്ലം വേണം. വെല്ലം അല്ലെങ്കിൽ ശർക്കര വേണം. പിന്നെ ഇല വേണം, തേങ്ങ വേണം. ഇത്രയും സാധനമാണ് നമുക്ക് അടയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ വെല്ലത്തിന നമുക്ക് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ. കാരണം ഈ വെല്ലത്തിൻ്റെ അകത്തെല്ലാം കുറച്ച് മണ്ണും പൊടിയും അങ്ങനത്തെ കല്ലും അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉരുക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടാ, അധികം വെള്ളം. ഇനി നമുക്ക് ഈ എടുത്തു വെച്ച അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കലക്കിയിട്ടിടാം, ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പ് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തൂല കേട്ടോ. എന്നിട്ട് തിളക്കുന്ന ചൂടുവെള്ളത്തിൽ ആണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. കൈനെ കൊണ്ട് കുഴക്കാൻ പറ്റൂല. ചൂടുവെള്ളം എടുക്കുക, ഉപ്പിട്ടത് മിക്സ് ചെയ്യുക. എന്നിട്ട് പതിയെ നമ്മൾ എടുത്ത പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നതിന് നമ്മളത് മിക്സാക്കിയിട്ടും കൊടുക്കുക. ഓക്കെ, ഒഴിച്ചു കൊടുത്ത് നോക്കുക. എന്നിട്ട് മിക്സ് ആക്കുക. നമുക്കറിയാലോ, ഒരു നല്ല കുഴഞ്ഞ് കിട്ടണം. ഇത് നമ്മളെടുത്ത പൊടി മുഴുവൻ നന്നായിട്ട് കുഴഞ്ഞ് വരണം. ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ്, നല്ല ചൂടാണ് കേട്ടോ, അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം കൂടിയിട്ടും പോരെ, കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പാകത്തിന് എടുക്കണം. കറക്റ്റ് അളവ് വെള്ളത്തിൻ്റെ ഒന്നും പറയുമ്പോൾ എനിക്കറിയില്ല കേട്ടോ. ഞാനെല്ലാം ഒരു കൈക്കണക്കിനാണ് ചെയ്യൽ. അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും നമ്മളത് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കറക്റ്റായിട്ട് ആ കുഴഞ്ഞ് എല്ലാ ഭാഗത്തും, നമ്മൾ ആ പൊടീൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തണം. എന്നാൽ നല്ല ലൂസിൽ ആകാൻ പാടില്ല. നല്ല ലൂസിലായാലും നമുക്കൊരു പറ്റി കിട്ടുന്ന പോലെ ഉണ്ടാവുക. ഇതൊരു ഹെൽത്തി ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്കെല്ലാം നല്ലതാണ് കൊടുക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ, ചൂടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം ഇനി അടച്ചു വെക്കാം. ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിനി ശർക്കര അടുപ്പത്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അല്ലേ, വെല്ലം നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി വെല്ലം ഉരുകി വരുമ്പോഴേക്ക് നമുക്ക് തേങ്ങയും വെല്ലവും കൂടിയിട്ട് ഞാൻ രണ്ടും കൂടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ശർക്കര പാനിയിൽ ആ തേങ്ങ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടാണ് കേട്ടോ ഞാൻ അടയാക്കൽ. അങ്ങനെ ആക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ നാട്ടിൽ പണ്ടെന്നെല്ലാം പറയതിന്. അപ്പോൾ അത് നമുക്ക് ഏത് പാത്രത്തിലാണോ അത് ഉരുക്കാൻ വെക്കുന്നത് വെച്ചാൽ, ആക്കാൻ വെക്കേണ്ടത് വെച്ചാൽ ആ പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ ഇത്ര അളവിലൊരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച് ഉരുക്കി അരിച്ചെടുത്ത ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ അടയാക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ രണ്ട് രീതിയിലും ആക്കലുണ്ട്. എളുപ്പത്തിലാക്കണമെങ്കിൽ മറ്റേ രീതിയാണ് നമുക്ക് നല്ലത്. അപ്പോൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് പൊടിച്ചു വെച്ച ഏലക്കായപ്പൊടി അതും ഇട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇത് വരട്ടിയെടുക്കാം. ഇത് ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അടുപ്പത്ത് തേങ്ങയും വെല്ലവും കൂടിയിട്ടുള്ള മിക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ വെല്ലം തെച്ചും വറ്റി വരണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ട് മാക്സിമം വറ്റി വരും. എന്നാൽ നല്ലോണം ആയി പോറും കേട്ടോ. കാരണം നല്ലോണം ഇതായാൽ എന്നുവെച്ചാൽ ഇതൊരു ഓയിലച്ചെല്ലാം പോലെയില്ലേ, നമ്മൾ മറ്റേ ഇങ്ങനെ കടിച്ചാൽ കിട്ടാതെ ഒരു പാകത്തിലെത്തിപ്പോവും. അപ്പോൾ ഈ തേങ്ങയിലേക്ക് മാക്സിമം ഈ വെല്ലത്തിൻ്റെ ഇത് പിടിച്ചിരിക്കണം.
അതാ അതിൻ്റെ ഒരു കണക്ക്. ഞാൻ കാണിച്ചു തരാം ഏത് വരെ വറ്റണമെന്ന്. നമ്മൾ പണ്ടെല്ലാം പൂരത്തിനല്ല, നമ്മളെ കണ്ണൂർ ഭാഗത്തെല്ലാം പൂരം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. എന്നുവെച്ചാൽ കാമനെല്ലാം ഉണ്ടാക്കിയിട്ട് അന്നത്തെ ദിവസം വൈകുന്നേരം ചപ്പിലി, ചില ആൾക്കാർ അടച്ചപ്പിലിയാണ് അടയുണ്ടാക്കുക. ചില ആൾക്കാർ ഉപ്പിലെ ചപ്പില്ലേ, ഉപ്പിലാന്ന് പറയും. എല്ലാ ഭാഗത്തും എങ്ങനെയാണ് പറയുന്ന ആ ചപ്പിൻ്റെ പേര് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ആ ഒരു ഇലയാണ് ഉപ്പില. ആ ഉപ്പില ചപ്പിൻ്റെ അകത്ത് നമ്മളെ നാട്ടിലെല്ലാം, എൻ്റെ വീട്ടിൽ നിന്നെല്ലാം അടയാക്കല കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് ഒരിങ്ങനെ ഒരു നമ്മൾ പുഴക്കട്ടയെല്ലാം പോലെ തന്നെ ഒരു ഷേപ്പ് ആക്കിയിട്ട് അതിലേക്ക് ഈ പണ്ടം ഫില്ല് ചെയ്ത് എന്നിട്ട് ചപ്പിൻ്റെ അകത്ത് കെട്ടി വാഴേൻ്റെ കയറിനെ കൊണ്ട് കെട്ടി അത് അപ്പച്ചമ്പിൽ വെച്ച് അത് ആവി കയറ്റി എടുത്ത് തിന്നുന്ന ഒരടയില്ലേ, അപ്പോൾ ഓർക്കുമ്പോൾ ഒരു നല്ല രസമാണ്. ഇപ്പം നോക്കിയേ, ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഇതാ, എന്നാൽ നന്ന ഡ്രൈ ആയിട്ടും ഇല്ല. ഇത് തണിയുമ്പോൾ ഇനി കുറച്ചും കൂടി ഉറക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിന് തണിയാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ശർക്കരപ്പനി തേങ്ങയും കൂടിയിട്ടുള്ള മിക്സ് നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച അരിയില്ലേ, അരിപ്പൊടി നല്ല തിളക്കുന്ന വെള്ളത്തിൽ കുഴച്ച് വെച്ച മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് നന്നായിട്ട് കൈനെ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. കണ്ടോ ആ മാവ് കണ്ടോ, നല്ല സോഫ്റ്റായ ഈ ഒരു പാകത്തിൽ കിട്ടണം കേട്ടോ. എന്നാലും നമുക്ക് അട നല്ലൊരു അടിപൊളിയായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ട് ഇലയടിയാണ് നമ്മളാക്കുന്നത് അല്ലേ. നമുക്കിവിടെ നല്ല ഇല, നാട്ടിലെ പോലെ നല്ല ഫ്രഷ് ഇല കിട്ടൂല കേട്ടോ. ചില സമയത്ത് കിട്ടലുണ്ട്. ഇപ്പം ഞാൻ വാങ്ങിച്ചത് അത്ര ഫ്രഷ് അല്ല, ചെറുങ്ങനെ ഒരു മഞ്ഞപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇലയിൽ നമുക്ക് ഈ മാവ് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുന്നതിന് മുന്നേ ഈ ഇലയിൽ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ച ഇലയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു നെയ്യ് ചെറുതായിട്ടൊന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നാൽ നമ്മൾ അട ഉണ്ടാക്കിയെടുക്കുമ്പോണ്ടല്ലോ നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ നെയ്യ് മുകളിലേക്കൂടെ ഒന്ന് തടയിട്ട് നിങ്ങൾ ആക്കാതെ വരൊന്ന് ആക്കി നോക്കണേ. ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ മാവ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ മാവ് ഇതിലേക്ക് പരത്തി കൊടുത്ത് നോക്കുക. കണ്ട, അഥവാ നമ്മൾക്ക് കൈക്ക് ഒറ്റിപ്പിടിക്കുകയോ അങ്ങനെ എന്തും ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമ്മുടെ അരുവിൽ ഒരു കോപ്പയിലോ ഒരു പാത്രത്തിലോ വെക്കുക. എന്നിട്ട് അതിനെ കൊണ്ട് അതിലൊരിക്കൽ വെള്ളത്തിൽ മുക്കുക. ഇത് പറ്റുന്നൊന്നുമില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏത് ആർക്കെങ്കിലും അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെള്ളത്തിലൊന്ന് കൈ മുക്കുക. എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എല്ലാം അടിയാക്കാൻ അറിയുന്നുണ്ടാവേ. ഇത് പുതുതായിട്ടുള്ള കുക്കിംഗ് പഠിക്കുന്ന കുട്ടികളെല്ലാം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ മാവിത നേർങ്ങനെ പരത്തി കൊടുക്കണം കേട്ടോ. എന്നാലും അടക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് ഈ കട്ടിയുള്ള അട ഇഷ്ടമേ അല്ല കേട്ടോ. എനിക്ക് നല്ല നേരിയ അടയാണ് ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ നല്ല നേർങ്ങനെ പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു ഫോമിൽ നിങ്ങൾ പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ശർക്കരയും തേങ്ങയും കൂടി മിക്സാക്കി ഏലക്കായി പൊടിയെല്ലാം ഇട്ടിട്ട് വരട്ടി വെച്ചതാ. ഈ ഒരു ഫോം കണ്ടോ, എന്നാലും നല്ല ഇതായിട്ടുമില്ല. ആ ഒരു മിക്സ് നമുക്കിനി ഈ അടയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വൺ സൈഡിൽ മാത്രം നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നമ്മൾ മടക്കുമല്ലോ, മടക്കിയിട്ടാണല്ലോ ആവിയിൽ വെക്കുക. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പണ്ടവിടെ അടയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കാം. കണ്ടോ, സൈഡിലോളം നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പണ്ടെല്ലാം നമുക്ക് വീട്ടിൽ നല്ല അടയാക്കി കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ ഈ മധുരമുള്ള മിക്സ് ഉണ്ടാവില്ല. അപ്പം ഞാനെല്ലാം ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ആ സൈഡ് ഭാഗം അവിടെ വെക്കും അമ്മക്ക് കൊടുക്കാൻ. ഞാൻ കഴിക്കില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ആക്കുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സൈഡിലോളം ഇങ്ങനെ മാവ് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള അട കിട്ടും. ഇതാ കണ്ട,
ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തടി കൊടുത്തിട്ട് ഈ പരത്തിയെടുക്കുമ്പോണ്ടല്ലോ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ നെയ്യ് തടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാത്തവർ ഇങ്ങനെ നെയ്യെല്ലാം ഒന്ന് തടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു നോക്കുക കേട്ടോ. നല്ലൊരു രസമാണ്. എന്തൊക്കെ ഇപ്പോഴത്തെ പുതിയ ബേക്കറി സാധനങ്ങൾ വന്നാലും നമ്മളെ നാടൻ അടുത്ത് ഏതിനും എത്താൻ പറ്റില്ലല്ലേ. അപ്പോൾ അടയെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, നമ്മളും കഴിക്കുക. ഹെൽത്തി ഫുഡാണ്. നമ്മളതിൽ വേറെ ഒന്നും കെമിക്കലും കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് എല്ലാ അടിയും ഇതുപോലെ പരത്തിയെടുക്കാം. ഓക്കെ, കണ്ടോ? ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് സൈഡ് മാത്രം പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നടുക്ക് അധികം പ്രസ്സാക്കണ്ട. സൈഡ് എല്ലാ ഭാഗത്തും സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാനിവിടെ എല്ലാ അടയും പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ എനിക്കൊരു 6 അട കിട്ടിയിട്ടുണ്ട് കേട്ടോ. 6 ഇലയടിയെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം. ഇഡലി പാത്രത്തിനകത്തടാ. ഇഡലി പാത്രമോ സ്റ്റീമറോ ഓരോ നാട്ടിൽ ഓരോന്നല്ലേ പറയാം. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ഇത് ആവി കയറ്റി എടുക്കുക. ഒരു 1/4 മണിക്കൂർ സമയം എന്തായാലും വെക്കേണ്ടി വരുമായിരിക്കും. എന്നാൽ നന്നായിട്ട് അത് വെന്ത് കിട്ടും. ഇത് ഓൾറെഡി കുക്ക്ഡാണ്, എന്നാലും ഒരു 1/4 മണിക്കൂർ സമയം നമുക്ക് വെച്ച് നോക്കാം വെന്തിനോ. ഇലയിൽ ഇങ്ങനെ ഇളകി വരും കേട്ടോ. ഇലയിലൊന്ന് വാടി ഈ പച്ച കളറിലൊന്ന് മാറി ഒരു ലൈറ്റ്, നമ്മൾ ഇല വാടുമ്പോൾ ഒരു കളറില്ലേ, ഒരു നല്ലൊരു മണവും വരും. അപ്പോൾ നമുക്ക് ആ പച്ചമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഇത് നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ഇഡലി പാത്രത്തിൽ വെള്ളം വെക്കുക, അടുപ്പത്ത് വെക്കുക. ഇഡലി പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു അരിപ്പ പാത്രം ഉണ്ടാവുമല്ലോ, ആ അരിപ്പ പാത്രം ഇഡലി പാത്രത്തിനകത്തേക്ക് താക്കുക. ഞാൻ വെള്ളം തിളക്കുമ്പോഴേക്ക് നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച അട ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്തു വെക്കാം. ഒറ്റ ട്രിപ്പിലായി കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ട്രിപ്പായിട്ട് വെക്കാം കേട്ടോ. ഞാൻ ആദ്യം ഒരു 3 അടിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതായി വന്നിട്ടാകുമ്പോൾ നമുക്ക് അടുത്തത് വെക്കാം. ചെറിയ പാത്രം ആയതുകൊണ്ട് നമുക്കിപ്പോൾ 3 അട മാത്രം വെക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് എല്ലാം വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ 1 ട്രിപ്പ് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? വാവ്, ലുക്കിംഗ് നൈസ്. ഓക്കെ, ഞാൻ ഇനി അടുത്ത ട്രിപ്പും കൂടി ഉണ്ടാക്കട്ടെ കേട്ടോ. ഞാനിവിടെ 2nd ട്രിപ്പും അട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ നാട്ടിൽ പൂരത്തിനെല്ലാം അടയാക്കുന്നത്. ഈ ഏകദേശം ഈ ഒരു ഷേപ്പിലായിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ നാട്ടിലെല്ലാം ആണെങ്കിൽ അടച്ചപ്പിലോ അല്ലെങ്കിൽ ഉപ്പിലച്ചപ്പിലോ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് കൊടുക്കും വാഴയിലുണ്ട്. നമുക്കിതിങ്ങനെ വെറുതെ വെച്ച് കൊടുക്കാം കേട്ടോ. ബാലൻസ് ഉണ്ടായ മാവിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കി തന്നിട്ടോ 2 എണ്ണം. ഓക്കെ, ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പം നമ്മൾ അടയുടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? വാവ്, സോഫ്റ്റ്. കണ്ടോ? ചൂടുണ്ട് കേട്ടോ. ഇത് ആയപ്പാടാണ്. കണ്ടോ? അപ്പോൾ ഇതുപോലെ അടി ഉണ്ടാക്കാത്തവർ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.